ഒരു പേരൻ്റ് പറഞ്ഞാണ്, സാറേ +2 ആയിട്ട് ഒരു ആത്മവിശ്വാസമില്ല, പരീക്ഷയൊക്കെ ഭയങ്കര പേടിയാണ്, അതുപോലെ തന്നെ പഠിക്കാൻ അവൾക്ക് തീരെ പേടിയാണ്, സ്കൂളിൽ പോകാൻ പേടിയാണ്. ഇങ്ങനെയുള്ള ധാരാളം കുട്ടികളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച കുട്ടികളാണ് ഈ 11ലും 12ലും ഒക്കെ പേടിക്കുന്നത്. അപ്പോൾ പലപ്പോഴും അവർക്ക് ആ പേടിയൊക്കെ നേരത്തെ മുതലേ ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ ഒരു ടീനേജിലേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അവരിൽ നല്ല വ്യക്തിത്വ വികസനം ഉണ്ടാക്കാൻ എല്ലാവരും ഉറപ്പാക്കുക. വ്യക്തിത്വ വികസനം നിരന്തരമായി നടക്കുന്ന കുട്ടികളിൽ അവർ മേളോട്ട് വരുന്തോറും അവർ ബെറ്ററായി വന്നുകൊണ്ടിരിക്കും. അപ്പം അതിന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയൊക്കെ കാര്യത്തിൽ നല്ല എക്സസൈസ് അവർക്ക് എല്ലാ ദിവസവും വേണം. ഓടിച്ചാടി കളിക്കണം. കളിയൊക്കെ കുറയുമ്പോൾ, പിന്നെ സമൂഹമായിട്ടുള്ള ഇടപെടലുകൾ കുറയുമ്പോൾ, അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ടുള്ള ഇടപെടലുകൾ കുറയുമ്പോഴൊക്കെ കുട്ടികളിൽ കൂടുതൽ പിന്നെ സ്ട്രെസ്സൊക്കെ ബിൽഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവരുടെ മെൻ്റൽ ഹെൽത്തൊക്കെ ഉയരണമെങ്കിൽ അവർ ഓടിച്ചാടി കളിക്കുകയും ധാരാളം ശരീരത്തിലൊക്കെ ആ കൃത്യമായ ഹോർമോൺ ഉൽപ്പാദനങ്ങളൊക്കെ നടക്കുകയൊക്കെ വേണം. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല സുഹൃത്തുക്കൾ വേണം. ടീനേജൊക്കെ ആകുമ്പോൾ തന്നെ ധാരാളം സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് ഇടപെട്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ അവർ സ്വയം പരിഹരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള സുഹൃത്ത് ബന്ധങ്ങളൊക്കെ കൂട്ടാൻ അവസരങ്ങൾ കൊടുക്കുക. നല്ല ഭക്ഷണം, ഉറക്കം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളെ സംബന്ധിച്ച്. അവർക്ക് നല്ല ന്യൂട്രീഷൻ കിട്ടണം, നല്ല ഉറക്കം കിട്ടണം. ഉറക്കത്തിലാണ് പലപ്പോഴും അവരുടെ ഡാമേജസൊക്കെ റിപ്പയർ ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ അവർക്കൊരു സോഷ്യൽ ഇൻ്റലിജൻസ്, സമൂഹവുമായിട്ട് ഇടപെടാൻ, നിരന്തരമായിട്ട് സമൂഹവുമായിട്ട് ഇടപെടാൻ, സാഹചര്യങ്ങളുമായിട്ട് ഇടപെടാൻ, വെല്ലുവിളികളുമായിട്ട് ഇടപെടാൻ, ഒന്ന് തോറ്റാൽ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരാൻ, ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ ചെറിയ പ്രായം മുതലേ അവരിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും കുട്ടികൾ മേളോട്ട് വരുന്തോറും അവർ പഠനത്തിലൊക്കെ താഴോട്ട് പോകുന്നു, കോളേജിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ചെന്ന സ്ഥലം അവർക്ക് ഫിറ്റല്ല, അവർ തിരിച്ചു വരുന്നു, പിന്നെ ഒരു തോൽവിയൊന്നും അവർക്ക് അംഗീകരിക്കാനോ ഒരു തോൽവിയിൽ നിന്ന് അവർക്ക് റിക്കവർ ചെയ്യാനോ ഒക്കെ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന അവരുടെ വ്യക്തിത്വ വികസനത്തിൽ ശരിക്കും ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ്. അങ്ങനെ വരുമ്പോൾ അവർ ഇമോഷണലിയും മെൻ്റലിയും ഒക്കെ ഡൗൺ ആവുകയും അവർ പലപ്പോഴും ജീവിതത്തിൽ തകർന്നു പോവുകയും ചെയ്യും. അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകം മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ ശ്രമിക്കുക.